അസമിലും ബംഗാളിലും സ്ട്രോങ് റൂമിന്റെ താക്കോൽ പൂട്ടിനൊപ്പം വെക്കുമെന്ന് കേന്ദ്ര നിരീക്ഷകൻ. കേരളത്തിൽ അത് പറ്റില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ. സ്ട്രോങ് റൂം അടയ്ക്കുന്ന രീതിയെ ചൊല്ലി കേന്ദ്ര നിരീക്ഷകനും സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കം. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂം പൂട്ടുന്നതിന് പിന്തുടർന്നു വരുന്ന സുരക്ഷാ ചട്ടങ്ങൾ സംബന്ധിച്ചാണ് ഇരുകൂട്ടരും തർക്കമുണ്ടായത്. വൈക്കം മണ്ഡലത്തിലെ വോട്ടിംഗ് തന്ത്രങ്ങൾ സൂക്ഷിച്ച കോട്ടയം ബസേലിയസ് കോളേജിലാണ് ആശയക്കുഴപ്പം ഉടലെടുത്തത്. കേരളത്തിൽ സ്ട്രോങ് റൂം പൂട്ടി രണ്ടിന്റെയും താക്കോൽ ഉദ്യോഗസ്ഥരുടെ പക്കൽ സൂക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ സ്ട്രോങ് റൂം പൂട്ടിയ ശേഷം താക്കോൽ അതേ പൂട്ടിനൊപ്പം വെച്ച് സീൽ ചെയ്യണമെന്നായിരുന്നു കേന്ദ്ര നിരീക്ഷകന്റെ നിലപാട്. അസമിലും ബംഗാളിലുമെല്ലാം അതാണ് രീതിയെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര നിരീക്ഷകന്റെ നിലപാടിനോട് യോജിക്കാൻ റിട്ടേണിംഗ് ഓഫീസർ സമ്മതിച്ചില്ല. താക്കോൽ പൂട്ടിന്റെ കൂടെ വെച്ചിട്ട് പോകാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിലപാടെടുത്തു. താഴിനൊപ്പം താക്കോലും വെച്ചു പോകുന്നത് സുരക്ഷാ പ്രശ്നമാണെന്ന് പോലീസും കേന്ദ്ര നിരീക്ഷകൻ രഞ്ജൻ കുമാർ സിൻഹയെ അറിയിച്ചു. എന്നാൽ അദ്ദേഹം വഴങ്ങിയില്ല. പൂട്ടി ഓരോന്നിന്റെയും താക്കോൽ റിട്ടേണിംഗ് ഓഫീസറും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും സൂക്ഷിച്ചാൽ അത് സുരക്ഷിതത്വം കൂട്ടുമെന്നും അതാണ് കേരളത്തിൽ പിന്തുടർന്നു പോരുന്ന രീതിയെന്നും ഉദ്യോഗസ്ഥർ നിരീക്ഷകൻ രഞ്ജൻ കുമാർ സിൻഹയോട് പറഞ്ഞു. രണ്ട് ഓഫീസർമാരും ഒരുമിച്ച് വന്നാലേ പൂട്ട് തുറക്കാനാകൂ എന്നതാണ് ഈ രീതിയുടെ മെച്ചം. വാതിലിന് കുറുകെ പട്ടിക തറച്ച് കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യുകയാണ് പതിവ്. അസമിലും ബംഗാളിലും ഓരോ താക്കോൽ വീതം പൂട്ടുകൾക്കൊപ്പം സീൽ ചെയ്തു വെക്കും. ഓരോ താക്കോലുകൾ ഉദ്യോഗസ്ഥരുടെ കയ്യിലും ഉണ്ടാകും. കോട്ടയം വെസ്റ്റ് പോലീസ് ഈ രീതിയിൽ പ്രശ്നമുണ്ടെന്ന് അറിയിച്ചു. റിട്ടേണിംഗ് ഓഫീസറും എതിർത്തിട്ടുണ്ട്. ഇതിനിടെ ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റുമായ നാട്ടകം സുരേഷ് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണയ്ക്ക് പരാതി നൽകി. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കോൽക്കറും പരാതി നൽകിയിട്ടുണ്ട്. ഇലക്ഷൻ ഏജന്റ് G ഗോപകുമാറും പരാതി രേഖാമൂലം സമർപ്പിച്ചു. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയെങ്കിലും പൂട്ടുന്ന രീതിയിൽ മാറ്റം വരുത്താൻ കാവൽ നിന്ന സൈനികർ സമ്മതിച്ചില്ല. ഇവർ ഉദ്യോഗസ്ഥർക്ക് നേരെ തോക്ക് ചൂണ്ടുകയും ചെയ്തു. പിന്നീട് ജില്ലാ കളക്ടർ കേന്ദ്ര നിരീക്ഷകരുമായി ചർച്ച നടത്തി. സ്ട്രോങ് റൂമുകൾ പഴയ രീതിയിൽ പൂട്ടാമെന്ന് കേന്ദ്ര നിരീക്ഷകൻ സമ്മതിക്കുകയായിരുന്നു. ഏപ്രിൽ 9 നടന്ന വോട്ടെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 4 നടക്കുക. 2026 മെയ് 23 15ാം കേരള നിയമസഭയുടെ കാലാവധി അവസാനിക്കും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റ് നേടിയാണ് മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാർ എത്തിയത്. മൂന്നാം LDF ഭരണകൂടം നിലവിൽ വരുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. എന്നാൽ കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്നും തങ്ങളുടെ ഭരണം വരുമെന്നും UDF കരുതുന്നുണ്ട്. 2 സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NDA.